27 വർഷം മുമ്പ് തുടങ്ങിയ ഒരു വിദ്യാലയം. ആ വിദ്യാലയത്തിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലായിടത്തെയും പോലെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ അവിടെ കുറച്ച് മതമൗലികവാദികൾ വന്നിട്ട് പറയുന്നു ഹിജാബ് അവിടെ അനുവദിക്കണം എന്നുള്ളത്. ഒരു പെൺകുട്ടിയുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. നമുക്ക് ഇതിനെ പല തരത്തിൽ വലിച്ചിഴയ്ക്കാം, പല തരത്തിൽ ഇതിനെ ചർച്ചയാക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷേ കർണാടകയിലെ ഹിജാബ് വിവാദം കണ്ടവരാണ് നമ്മൾ. അത്തരത്തിൽ ഒന്നിനെ നമുക്കിവിടെ ആവശ്യമില്ല. കാരണം ഇവിടെ കാലങ്ങളായ കേരളത്തിൽ ഒരു നമ്മൾ പറയില്ലേ, എന്താ പറയാ, സമഭാവന എന്നൊക്കെ പറയുന്ന തരത്തിലാണ്. പക്ഷേ ഇവിടെയും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മനഃപൂർവ്വമുള്ള ശ്രമം നടത്തുന്നതാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയെ ചേർക്കാൻ എത്തുമ്പോഴേ പറയുന്നുണ്ട് ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇങ്ങനെയൊക്കെയാണ്, അവരത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. 4 മാസത്തോളം മറ്റോ ഈ കുട്ടി ഇതേ രീതിയിൽ ഇത് പിന്തുടർന്ന് വരികയും ചെയ്തു. പെട്ടെന്നൊരു ദിവസം ഇവർക്ക് ഹിജാബിന്റെ പ്രശ്നം എവിടെ നിന്നാണ് ഉണ്ടായിട്ടുണ്ടാവുക? ഇതിന് സാധ്യതകൾ ഇപ്പം നേരത്തെ കർണാടക ഇഷ്യൂ പറഞ്ഞു. ഇത് തന്നെയായിരുന്നു കർണാടകയിൽ സംഭവിച്ചത്. ചില കുട്ടികൾ, ഒറ്റപ്പെട്ട ചില കുട്ടികൾ വന്നിട്ട് അവരുടെ രക്ഷകർത്താക്കന്മാരുടെയോ അല്ലെങ്കിൽ പുറമേ നിന്നുള്ള ചില ആളുകളുടെയൊക്കെ താല്പര്യ സംരക്ഷണാർത്ഥം ഹിജാബ് വേണമെന്ന് ഒരു വാശി പിടിക്കുന്നു. അങ്ങനെ വരുന്ന സമയത്ത് സ്കൂളിന്റെ യൂണിഫോമിന് യാതൊരു പ്രസക്തി ഉണ്ടാവുന്നില്ല. പക്ഷെ ഇത് സത്യത്തിൽ ഇതിനകത്തുള്ള ഒരു പ്രശ്നമുള്ളത്, ഇപ്പൊ നേരത്തെ പ്രജാതൻ സംസാരിച്ച സമയത്ത് പറഞ്ഞു 27 വർഷം മുമ്പ് തുടങ്ങിയിട്ടുള്ള സ്കൂൾ എന്ന് പറഞ്ഞു. സ്കൂളിന്റെ പഴക്കമല്ല പ്രശ്നം. ഇതിനകത്ത് സർക്കാർ നോംസ് ഉണ്ട്. സർക്കാരിന്റെ നോംസ് പ്രകാരമാണ് കേരള ഹൈക്കോടതിയിൽ വിധിയുണ്ട്. അത് 2018 അത് പ്രകാരം CBSE സ്കൂളുകളിലും മറ്റു വിദ്യാലയങ്ങളിലൊക്കെ അതിന്റെ സ്കൂൾ മാനേജ്മെന്റ് നിശ്ചയിക്കുന്ന നോംസ് അനുസരിച്ചിട്ട് വേണം കുട്ടികളെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു കുട്ടിക്ക് ഹിജാബ് ധരിച്ചു വരില്ല എന്നുള്ള വാശിയാണെന്നിരിക്കട്ടെ, ആ കുട്ടി സ്കൂളിൽ വരാതിരുന്നാൽ മതി, പ്രശ്നമൊന്നുമില്ല. ആ കുട്ടിയോട് വരാതിരിക്കാനുള്ള അവകാശമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഈ പെൺകുട്ടി തന്നെ, ഈ പെൺകുട്ടി പഠിക്കുന്ന 4ാമത്തെ വിദ്യാലയമാണിത്. 1, 2, 3 സ്ഥലത്ത് ആ കുട്ടിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഹിജാബ് ധരിക്കലായിരുന്നു. സത്യത്തിൽ ആ കുട്ടിയുടെ പ്രശ്നമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിലവിൽ ആ കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഈ കുട്ടിയുടെ പിതാവ് ആരുടെയൊക്കെ വെപ്പണാണ്. ഇപ്പൊ ഇതിനകത്ത് വാശി പിടിക്കുന്ന പിതാവാണ് അനസ് തങ്ങടങ്. അതെങ്ങനെ പേര്? അനസ്. ഈ അനസാണ് ഇക്കാര്യത്തിൽ വാശി പിടിക്കുന്നത്. അനസ് പറയുന്നത് എന്റെ മോള് അവള് ഹിജാബ് ധരിക്കണം, ആ ഹിജാബിന് പുള്ളി തലയിൽ തട്ടെന്നൊക്കെയാണ് അതിന് പറയുന്നത്, ഷാളെന്നൊക്കെയാ പറയുന്നത്. ഈ തട്ടം ധരിക്കുന്നതൊന്നും കേരളത്തിൽ വിഷയമായിരുന്നില്ല. കേരളത്തിൽ ഇപ്പൊ ഞാനൊക്കെ തന്നെ പഠിച്ചിരുന്ന കാലത്ത് ഒരു 50 വർഷം മുമ്പ് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ പെൺകുട്ടികൾ തട്ടോട്ട് വരാറുണ്ട്. എന്റെ കാലഘട്ടത്തിലും അത് തന്നെയാണ് ഉണ്ടായിരുന്നു. ആർക്കും അതിനെക്കുറിച്ച് ആക്ഷേപമൊന്നുമില്ല. ഇപ്പോ ഈ പറയുന്ന തട്ടത്തിന് പകരമായിട്ട് തല മുഴുവൻ മൂടുന്ന ഹിജാബ് ധരിച്ചു വരുന്ന, പിന്നെ പിൽക്കാലത്ത് വരുന്ന മുഖം മൂടി ധരിച്ചു വരുന്ന സംവിധാനം, ഇതിനെയാണ് എതിർക്കുന്നത്. ഇത് ഒരു മതത്തിന്റെ ചിഹ്നമായിട്ടാണ് കൊണ്ടുവരുന്നത്. ഒരു വിദ്യാലയത്തിൽ മതത്തിന്റെ ചിഹ്നം ഭൂഷണമാണോ? ഇപ്പൊ സാധാരണ ഇതിന്റെ നോംസ് പ്രകാരം പറയുന്നത്, ആ നോംസ് പ്രകാരം പറയുന്നത് സ്കൂളിന്റെ യൂണിഫോം ധരിക്കണം എന്നാണ്. ഇപ്പൊ ഇതില് ഈ പറയുന്ന രക്ഷകർത്താവ് അടക്കം പറയുന്നത് എന്റെ കുട്ടി യൂണിഫോം ധരിക്കില്ല, എന്റെ കുട്ടി ധരിക്കുന്നത് ഹിജാബ് ധരിക്കുള്ളൂ. ആ ഹിജാബ് ധരിക്കാതെ കണ്ട് കുട്ടിക്ക് വരാൻ വേണ്ടി സാധിക്കില്ല. ഇപ്പൊ ഇവിടെ തന്നെ പ്രശ്നം ഉണ്ടായി. നേരത്തെ പറഞ്ഞ പോലെ 4 മാസത്തിന് മുമ്പായിട്ടാണ് ഈ കുട്ടി ചേർന്നത്. അതിനും ഈ കുട്ടി എവിടെ പഠിച്ചിരുന്നത്? പള്ളുരുത്തി തന്നെയുള്ള മറ്റൊരു വിദ്യാലയത്തിലാണ്. SDPU സ്കൂളാണെന്ന് എന്റെ ധാരണ. എന്താ അവിടുന്ന് പഠിത്തം നിർത്താൻ എന്താ കാരണം? എന്താ ഈ കുട്ടിക്ക് അവിടുന്ന് TC കിട്ടാൻ കാരണം എന്താ? ഇപ്പൊ ഇവിടുത്തെ സെന്റ് റീത്തേഴ്സ് സ്കൂളുകാര് ഈ കുട്ടിക്ക് അവിടെ അഡ്മിഷൻ കൊടുത്തു. അത് ഏതൊരു പശ്ചാത്തലത്തിലാണെന്ന് എനിക്കറിയില്ല. ഏതാണെങ്കിലും 4 മാസക്കാലങ്ങൾക്ക് മുമ്പ് കൊടുത്തു. അവിടുത്തെ പ്രിൻസിപ്പളും PTA പ്രസിഡന്റും ഒക്കെ തന്നെ പറയുന്നത്, ഞങ്ങൾ ചേരുന്ന സമയത്ത് തന്നെ കുട്ടിയുടെ മുമ്പിൽ നോംസ് വെച്ചിരുന്നു, ഈ സ്കൂളിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു, ഇവിടുത്തെ യൂണിഫോം സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞിരുന്നു, ഇവിടെ വ്യത്യസ്തമായുള്ള മതവിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഈ പറഞ്ഞ സമയത്തുണ്ടായിട്ടുള്ള കണ്ടീഷന്റെ പുറത്താണ് ഈ കുട്ടിക്ക് അഡ്മിഷൻ കൊടുത്തത്. ഇന്നും അതിൽ വേറെ വസ്തുതയും കൂടി ഉണ്ട്. സാധാരണ 8ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ട്. അത് സെന്റ് റീത്തേഴ്സിൽ ഉണ്ടായിരുന്നു. ഈ കുട്ടി റിട്ടേൺ ടെസ്റ്റ് എഴുതിയതാണ്. ഈ കുട്ടി റിട്ടേൺ ടെസ്റ്റിൽ തോറ്റുപോയി. ആ തോറ്റുപോയുള്ള കുട്ടിക്ക് ഏത് സാഹചര്യത്തിലാണ് അഡ്മിഷൻ കൊടുത്തതെന്നുള്ളത് അത് ഇവിടുത്തെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കേണ്ടതാണ്. അപ്പോ അങ്ങനെയുള്ള കുട്ടിയാണ് അവിടെ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ റിട്ടേൺ ടെസ്റ്റിൽ പരാജയപ്പെട്ടതിന് ശേഷം, അത് ഇന്നലെ ചാനൽ ചർച്ചയിൽ പലപ്പോഴും അവിടുത്തെ PTA പ്രസിഡന്റ് അടക്കം പറയുന്നുണ്ട്,
ആ കുട്ടി പരാജയപ്പെട്ടതാണ്. പരാജയപ്പെട്ട കുട്ടിക്കാണ് വീണ്ടും അഡ്മിഷൻ കൊടുക്കുന്നത്. അങ്ങനെയുള്ള കുട്ടി ചേർന്ന് പഠിച്ച് 3-4 മാസക്കാലത്തോളം വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ കണ്ട് ഏകദേശം ഇപ്പൊ ഈ 10-ാം തീയതി 7-ാം തീയതി തുടങ്ങിയിട്ട് കണ്ട ഈ പറയുന്ന പ്രശ്നം തുടങ്ങിയത്. ആ സമയത്ത് ഈ കുട്ടി ആദ്യം ഒരു ദിവസം ഹിജാബ് ധരിച്ചു വരുന്നു, മാനേജ്മെന്റ് അതിനെ എതിർത്ത് പറയുന്നു. ആ കുട്ടി പിറ്റേ ദിവസം അന്ന് മടങ്ങി പോകുന്നു, പിറ്റേ ദിവസം ആ കുട്ടി വരുന്നു, പിറ്റേ ദിവസം ഹിജാബ് ധരിച്ചു വരുന്നു, PT അതിനെ എതിർക്കുന്നു. അതിനുശേഷം 10-ാം തീയതി വന്ന സമയത്ത് ഇവർ പറഞ്ഞു ഇത് ധരിച്ചു വരാൻ വേണ്ടി പറ്റില്ല, ഇത് ഹിജാബ് ധരിച്ച് ഈ വിദ്യാലയത്തിൽ പഠിക്കാൻ സാധ്യമല്ല. ഇതിന് പല കാരണമുണ്ട്. ആ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മറ്റുള്ള മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. ഈ പറയുന്ന ആളുകൾ എല്ലാവരും അവരുടെ ഡ്രസ് കോഡ് അങ്ങ് ധരിച്ചാലോ? ഓരോ മതവിഭാഗത്തിൻ്റെതായിട്ടുള്ള ഡ്രസ് കോഡുണ്ട്. അവര് ക്ഷേത്രത്തിൽ പോകുന്ന ഡ്രസ്സുണ്ട്, അവര് പള്ളിയിൽ പോകുന്ന ഡ്രസ്സുകളുണ്ട്, അവര് പല സ്ഥലത്തും പുറത്തേക്ക് പോകുന്ന ഡ്രസ്സുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ വീട്ടിൽ ഉപയോഗിക്കുന്ന വസ്ത്രം ഉപയോഗിച്ചിട്ടല്ലോ പുറത്തേക്ക് വരിക. എല്ലാത്തിനും ഓരോ സ്ഥലത്തേക്കും ഒരു ഡ്രസ് കോഡുണ്ട്. ഈ പറയുന്ന ഡ്രസ് കോഡ് ധരിച്ചു വരുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും വിദ്യാലയത്തിൽ വരുന്ന സമയത്ത് അവരൊറ്റ യൂണിഫോമാണ് ധരിക്കുക. അതിനെയാണ് യൂണിഫോം എന്ന് പറയുക. അല്ലെങ്കിൽ യൂണിഫോം എങ്ങനെയാവുക? ഇത് യൂണിഫോം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ആസൂത്രിതമായിട്ടുള്ള പരിശ്രമമാണ് ശരിക്കും നടക്കുന്നത്. ഇപ്പൊ ഞാനിപ്പോ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന സെന്റ് തോമസ് വിദ്യാലയത്തില് 10-ാം തീയതിയാണ് ആദ്യം ഈ കുട്ടി വരുന്നു. അതിനുശേഷം കുട്ടിയുടെ പേരന്റിനെ വിളിക്കുന്നു. പേരന്റും ഈ കുട്ടിയുടെ അമ്മയും കൂടി വരുന്നു, ഉമ്മയും കൂടി വരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു 3-4 പേര്, ഞാൻ അന്ന് പ്രിൻസിപ്പളിനെ കുറിച്ച് പറഞ്ഞ 6 പേര് വന്നു എന്നാണ്. 6 പേരിൽ ഒരാള് SDPIയുടെ തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിന്റെ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹമൊക്കെ വന്നതിന് ശേഷം അവിടെ സ്കൂളിന്റെ മാനേജ്മെന്റ് PTA തന്നെ പറയുന്നത് അദ്ദേഹം സംസാരിക്കുന്ന ഭാഷ ഒരു കാർക്കശ്യത്തിന്റെ ഭാഷയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഈ സംഗതിയാണ് പള്ളുരുത്തി. ഈ പള്ളുരുത്തിയിൽ നിന്നാണ് പഴയകാലത്ത് ചില മുദ്രാവാക്യങ്ങളെ വിളിച്ചിരുന്നു. ഇവിടെ ഹൈന്ദവ ക്രൈസ്തവ മതവിഭാഗങ്ങൾക്കെതിരായിട്ട് SDPIയുടെ സമ്മേളനത്തിനകത്ത് കുപ്രസിദ്ധമായുള്ള മുദ്രാവാക്യങ്ങള് വിളിച്ച സ്ഥലം പള്ളുരുത്തിയാണ്. അത് ചെറിയ കുട്ടികളെ കൊണ്ടാണ് വിളിപ്പിക്കുക. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഈ പറയുന്ന കുട്ടിയും ഇതിനകത്തൊരു വെപ്പണാണ്. ഈ കുട്ടിയെ കൊണ്ട് ഇവര് ഹിജാബ് ധരിപ്പിക്കുന്നു, നീ സ്കൂളിൽ പോകുന്നു പറയുന്ന, ആ കുട്ടി സ്കൂളിൽ പോകുന്നു, ആ കുട്ടിയുടെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് പേരൻസിനെ വിടുന്നു. പേരൻസിന് പ്രശ്നം പരിഹരിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് SDPIക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരും തീവ്രവാദ പ്രസ്ഥാനങ്ങൾ വല്ലതും വരുന്നു. ഈ പറയുന്ന ആളുകളാണ് സംസാരിക്കുന്നത്. അവർ സംസാരിക്കുന്ന സമയത്ത് എന്താ തീരുമാനിക്കുന്നതെങ്കിൽ ഈ ഒരു മതത്തെ വിട്ടുകൊണ്ടുള്ള ഒരു യൂണിഫോം അവർക്ക് ചിന്തിക്കാനും സാധ്യമല്ല. മതമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ മതമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നാടിനെ സംബന്ധിച്ച് ഒരു മതം മാത്രമാണോ ഉള്ളെങ്കിൽ അവിടെ ആയിക്കോട്ടെ. ഇപ്പൊ ഇവര് സൗദി അറേബ്യയിൽ തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ തീരുമാനിക്കുന്ന, ഷാർജയിൽ തീരുമാനിക്കുന്നു, സൗദിയിൽ തീരുമാനിക്കുന്നു, ഒമാനിൽ തീരുമാനിക്കുന്നു ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ മറിച്ച് ഇവിടെ ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങൾ ഹിന്ദുക്കളാണ്. 52% മുതൽ 55% വരെ കേരളത്തിൽ തന്നെ ഹിന്ദുക്കളാണ്. 80% ഇന്ത്യയിലെ ജനങ്ങൾ ഹിന്ദുക്കളാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് വന്നിട്ടാണ് ഞങ്ങളുടേതായിട്ടുള്ളൊരു ഹിജാബ് ധരിക്കണം എന്ന് പറഞ്ഞൊരു വാശി പിടിക്കുന്നത് ഒരു മതപരമായിരിക്കുന്ന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ നമ്മൾ പലപ്പോഴും തോന്നും കർണാടകത്തിലാണ് ഹിജാബിന്റെ പ്രശ്നം, കേരളത്തിലില്ല. കാരണം കേരളത്തില് എല്ലാവരും തുല്യമായിട്ട് ചിന്തിക്കുന്നവരാണ്, വളരെ കടുത്ത മതേതരവാദികളാ കേരളത്തില്. പക്ഷെ കേരളത്തിലെ മതേതരവാദികളായിരിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരെ ഈ സംഭവത്തെ അപലപിച്ചിട്ടുണ്ടോ? ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ. ഛത്തീസ്ഗഡിൽ പ്രശ്നമുണ്ടായി. കേരളത്തിൽ നിന്നുള്ള MP-മാരും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഇവിടുന്ന് ഓടിയല്ലോ. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പോയി, ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പോയി, ഇവിടുത്തെ BJPക്കാർ പോയി. കയ്യും കാലിട്ട് അടിക്കുകയായിരുന്നു എല്ലാവരും ഛത്തീസ്ഗഡ് പ്രശ്നം പറഞ്ഞിട്ട്. ഈ പറയുന്ന പ്രശ്നം പറഞ്ഞിട്ടുള്ളവരാരും ഈ പറയുന്ന ക്രൈസ്തവ മാനേജ്മെന്റിനെതിരായിട്ട് ആ വിദ്യാലയം അടച്ചിടുകയുണ്ടായത്. അവിടെ 2 കന്യാസ്ത്രീകൾക്കായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ ഛത്തീസ്ഗഡില്. എന്നിട്ടാണ് കേരളത്തിലെ MP, MLA, മന്ത്രിയും എല്ലാം കൂടി ഓടിപ്പടച്ച് അവിടേക്ക് പോയി. മറിച്ച് കേരളത്തില് ഇവിടെ സംഭവിച്ചത്, എറണാകുളം ജില്ലയിൽ സംഭവിച്ചത്, 100 കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം ഇതിന്റെ പേരില് കുട്ടികൾ ഭയപ്പെട്ട് പഠിക്കുന്ന വിദ്യാലയത്തിലേക്ക് അസഭ്യം പറഞ്ഞുകൊണ്ട്, ചീത്ത പറഞ്ഞുകൊണ്ട്, വഴക്ക് പറഞ്ഞുകൊണ്ട് ഈ തരത്തിൽ തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ആളുകൾ അവിടെ കടന്നു വന്ന സമയത്ത് ഒരു മാനേജ്മെന്റിന് ചോദിക്കാൻ പറ്റിയില്ല. ഒരു പോലീസ് അവിടെ ഉണ്ടായിരുന്നില്ല, ഒരു പട്ടാളം അവിടെ ഉണ്ടായില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ അവിടെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, സാധാരണ ഇവിടുന്ന് ഛത്തീസ്ഗഡിലേക്ക് തീർത്ഥാടനത്തിന് പോയ ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, ഈ തീർത്ഥാടനത്തിന് പോയ ആളുകളാരും സെന്റ് റീത്താസ് സ്കൂളിന്റെ പ്രശ്നം കണ്ടില്ല. കാരണം അവിടെ കുറച്ചുകൂടി സംഘടിത മതവിഭാഗമാണ്. ഹിന്ദുക്കളെക്കാൾ സംഘടിതര് ക്രിസ്ത്യാനികളാണെന്നുള്ള തോന്നലുള്ളവര് അവർ ഛത്തീസ്ഗഡിലേക്ക് ഉടനെ ഓടിപ്പാഞ്ഞു പോയി.
മറിച്ച് ക്രിസ്ത്യാനികളെക്കാൾ സംഘടിതരാണ് മുസ്ലിങ്ങള് അല്ലെങ്കിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ എന്നുള്ള ഉത്തമ ബോധ്യമുള്ളതിന്റെ പേരിലായിരിക്കാം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഞങ്ങളൊക്കെ ഇപ്പൊ സമദൂരക്കാരാന്നാ പറയുന്നത്. അവരൊക്കെ ഇപ്പൊ സമദൂരക്കാരാണ്. ഇവിടുത്തെ കോൺഗ്രസ്സുകാർ സമദൂരക്കാരാണ്, കമ്മ്യൂണിസ്റ്റുകാർ സമദൂരക്കാരാണ്, ചില BJPക്കാരടക്കം സമദൂരക്കാരാണ്. ഈ സമദൂരമൊന്നും അല്ല പ്രശ്നം. ശരിക്ക് മതം പരിധി വിട്ടുകൊണ്ട് വിദ്യാഭ്യാസ കാര്യങ്ങൾ ഇടപെടുന്നത് വിദ്യാഭ്യാസ മേഖലയുടെ തകർച്ചയ്ക്ക് മാത്രമാണ് കാരണം ഉണ്ടാവുക. അല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന കുട്ടി 4 മാസം കഴിഞ്ഞിട്ടല്ലേ ഉണ്ടാവുക. ടെസ്റ്റ് എഴുതി പാസ്സാവാത്ത കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കുന്ന മാനേജ്മെന്റിന്റെ നിലപാടും നിഷേധാത്മക നിലപാട് തന്നെയാണെന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. കൃത്യമായിട്ട് ഒരു അന്വേഷണം ഇതിനെ സംബന്ധിച്ച് ആവശ്യമാണ്. ആ കുട്ടിയെ കൊണ്ട് ടെസ്റ്റ് എഴുതിക്കണം, ആ കുട്ടി ടെസ്റ്റ് പാസ്സാവട്ടെ. അല്ലെങ്കിൽ മറ്റു വിദ്യാലയത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് കുട്ടിയെ പറഞ്ഞു വിട്ടത്? ഈ 2 വിദ്യാലയങ്ങൾ തമ്മിൽ ഞാൻ മനസ്സിലാക്കുന്ന 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ദൂരമുള്ളൂ. അത്ര അടുത്തുള്ള വിദ്യാലയത്തിലേക്ക് ഈ കുട്ടി മാറിയിരിക്കുന്നത്. ഏതൊരു സാഹചര്യത്തിലാണ് ആ കുട്ടി മാറിയിട്ടുള്ളത്? ഈ പറയുന്ന വസ്ത്രധാരണം എന്ന് പറയുന്ന കാര്യത്തില് ഇത്രയും കടുംപിടുത്തം പിടിക്കുന്ന മതതീവ്രവാദികൾക്ക് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ പതിച്ചു കൊടുക്കുന്നൊരു സംവിധാനം, അതിനു മുമ്പില് സാഷ്ടാംഗം നമസ്കരിക്കുന്ന സമീപനത്തിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പ് പിന്മാറേണ്ടത് ആവശ്യമാണെന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പോ വരുന്ന ഒരു വാർത്ത ഇവർക്ക് വഴങ്ങുകയാണ് വിദ്യാഭ്യാസ മന്ത്രിയും വകുപ്പും ഒക്കെ. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് വിവരമുണ്ടെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഒരു മന്ദബുദ്ധിയായിട്ടുള്ള ആളാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു മണ്ടത്തരം എന്നുള്ളതിനപ്പുറത്ത് ഗൗരവമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞെന്താ, അദ്ദേഹം ഒന്ന് മനസ്സിലാക്കേണ്ട വസ്തു, അദ്ദേഹം പറയുന്നത് ഹൈക്കോടതിയുടെ റൂൾസിനെ അദ്ദേഹം വയലേറ്റ് ചെയ്യാണ്. അദ്ദേഹം പറയുന്നത് ഇടയ്ക്ക് അദ്ദേഹം കയറിയിട്ട് പറഞ്ഞു, ഇത് വിദ്യാലയങ്ങളുടെ യൂണിഫോം തീരുമാനിക്കേണ്ട വിദ്യാഭ്യാസ അധികൃതരാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞു. തെറ്റില്ല, ശരിയാണ്. പക്ഷെ അതേ സമയത്ത് മതങ്ങൾക്ക് അവരുടേതായിട്ടുള്ള യൂണിഫോം ധരിക്കാൻ അധികാരമുണ്ടെന്നാണ് ഇയാൾ പറയുന്നത്. ഇയാളെ ആരാ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാക്കിയത്? ഇയാൾക്ക് എന്ത് വിവരം അതിനെ കുറിച്ചുള്ളത്? ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാണ് സ്വന്തം മതചിഹ്നങ്ങള് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ രംഗത്ത് അനുവാദം കൊടുക്കുന്നത്? എവിടെയാണെന്നുള്ളത് ശിവൻകുട്ടി വെളിപ്പെടുത്തേണ്ടതാണ്. അത് പറയാനുള്ള ബോധമൊന്നും ശിവൻകുട്ടിക്കാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.